Hello guys, welcome back to my channel. എല്ലാവർക്കും ലിജോളാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലൈറ്റ് എഡിറ്റിനെ കുറിച്ച്. ലൈറ്റ് എഡിറ്റ് നമ്മൾ മുന്നേ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോഗ് എഡിറ്റിംഗ് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരാണ് യൂസ് ചെയ്യുന്നത്, പഴയതുപോലെ തന്നെ എല്ലാവരാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും പ്ലസ് സ്റ്റോറിൽ പോയിട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാണ്ട് വീഡിയോയിലോട്ട് കിടന്നാലോ? അപ്പോൾ നമ്മുടെ എഫക്ട്സിനകത്ത് സെലക്റ്റീവ് എഡിറ്റ്സിൽ റൗണ്ട് ഗ്രേഡിയൻ ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. റൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഏരിയയിലാണ് ആവശ്യം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് ഓൾറെഡി ഞാൻ ഗ്രേഡ് ചെയ്ത് വെച്ചൊരു ഇമേജാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഗ്രേഡിയൻ്റ് ഓരോ ഏരിയയിൽ കൊടുക്കുക. മീൻസ് ഫോഗ് ഏതൊക്കെ ഏരിയയിൽ ആവശ്യമുണ്ടോ ആ ഏരിയയിലൊക്കെ നമ്മുടെ ഈ റേഡിയൽ ഗ്രേഡിയൻ ഫിൽറ്റർ കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വശത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്പോഷർ മാക്സിമം ഹൈ ചെയ്യുക. ഉറപ്പിക്കാത്ത രീതിയിൽ, ബോറ് തോന്നാത്ത രീതിയിൽ ഒന്ന് ഹൈ ചെയ്തിടുക. ഓക്കെ, ആൻഡ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തിയിട്ട് കോൺട്രാസ്റ്റ് കുറച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ചെയ്തു വെച്ചതാണ്. ഓക്കെ, ആൻഡ് അതിന് ശേഷം ടെക്സ്ചർ അല്ലെങ്കിൽ എഫക്റ്റിൽ പോയിട്ട് ക്ലാരിറ്റി പറഞ്ഞിട്ടുള്ളൊരു ക്ലാരിറ്റി ടെക്സ്ചർ ഡിഹൈസ് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അങ്ങനെ ആ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് എഫക്ട്സിൽ പോവാം. അതിൽ തന്നെ എഫക്ട്സിൽ പോയിട്ട് ടെക്സ്ചർ ക്ലാരിറ്റി ഡിഹൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡിഹൈസ് മാക്സിമം ലോ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ കുറയ്ക്കുക. അപ്പോൾ ഇതിലൊരു ബ്ലൂയിഷ് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിതിൽ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ ടോണിലായിട്ടാണ്. ഗ്രേഡ് ചെയ്യുമ്പോൾ കളർ ഗ്രേഡിങ്ങിനകത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് ലാസ്റ്റിൽ മാറ്റാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ലാസ്റ്റിൽ ആ ഒരു നോർമൽ ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ മാറ്റി വെച്ചാൽ കളർ ഗ്രേഡിങ് ചെയ്ത് വെച്ചാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റി മതി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ ബ്ലൂവിൽ കിടക്കട്ടെ. ഓക്കെ, ആൻഡ് നമുക്ക് ആവശ്യമുള്ളത് ലോങ് പ്രസ് ചെയ്യുക. അടിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതിൻ്റെ ഒരു വൃത്തിക്കനുസരിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണം എവിടെയൊക്കെ വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് നമ്മൾ ഒരു എഫക്റ്റ് കൂടെ കൊടുക്കുകയാണ്. ആ റെക്റ്റാങ്കിൾ ഗ്രേഡിയൻ ഫിൽറ്റർ ഉണ്ടല്ലോ, അതും അപ്പിൽ നിന്ന് ഡൗൺലോഡ് കൊടുത്തു. എന്നിട്ട് അവിടെയും കുറച്ചൊരു ഫോഗി ആയിട്ട് എഫക്റ്റ് കൊടുത്താൽ ഒന്നുകൂടെ ബെറ്റർ ആവുന്നൊരു തോന്നി. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഫോഗ് എഫക്റ്റ് കിട്ടുമല്ലോ. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു എഡിറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേഡിയൻ ഫിൽറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാൻ മനസ്സിലായി, അതുപോലെ തന്നെ റൗണ്ട് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ മനസ്സിലായില്ല. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് നമുക്ക് ആ ഒരു കളർ ടോൺ മാറ്റുന്നല്ലോ. കളർ ടോൺ മാറ്റാനായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ പഴയ കളർ ഗ്രേഡിങ് ഓപ്ഷനിലേക്ക് പോയി. കളർ ഗ്രേഡിങ് ഓപ്ഷനിൽ ഹൈലൈറ്റ് ചെയ്തതിലാണ് കിടക്കുന്നത്, അത് ചെറുതായിട്ടൊന്ന് മാറ്റി. ഓക്കെ, അപ്പോൾ ഒരു യെല്ലോയിഷ് ടോണിൽ ഒരു ഫോഗിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടുവന്നു. ഓക്കെ, മറ്റേ ബ്ലൂയിഷ് ടോൺ മാറ്റി ഞാൻ. സോ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഇമേജ് തന്നെ കണ്ടില്ല, ആ ഒരു ഇമേജിൻ്റെ ലെവൽ തന്നെ മാറ്റിയിട്ടുണ്ട്. ഒരു മൂഡി ആൻഡ് ഫോഗി എഫക്റ്റ് ഉള്ള ഒരു ഇമേജ് ആക്കി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ വളരെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇമേജൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയി നോക്കുക. നിങ്ങൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടുതലുള്ള ബെൽ ബട്ടൺ നിൽക്കുക. ഓക്കെ, സോ ഇതുപോലത്തെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ എഡിറ്റിംഗ് റിലേറ്റഡ് ആയിട്ട്, ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ലിജോ ഓൺലൈൻ്റെ അടുത്ത വീഡിയോ കൊണ്ട് കാണാം. ബൈ.